ഓസ്ട്രേലിയയിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നതിന് മുൻപ് നല്ലൊരു ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആബെ എക്സ്പ്ലെയിൻസ്. ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെയേറെ കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു പ്രോസസ്സാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചും അവിടുത്തെ ലൊക്കേഷനെ കുറിച്ചും കോഴ്സസ്, അതിലെ സ്പെഷ്യലൈസേഷൻ, സ്കോളർഷിപ്സ്, പിന്നെ വിസ അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള നോളജ് ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ തന്നെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിനെ സമീപിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ഉണ്ട്. ഇവരിൽ നിന്ന് ശരിയായ ഒരു കൺസൾട്ടൻറ്റിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ടിപ്സാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ നൽകുന്നത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചെക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെയോ അല്ല യൂണിവേഴ്സിറ്റികളുടെയോ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ അതിൽ അവരുടെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള കൺസൾട്ടൻസിൻ്റെയോ അതോ ഏജൻസിൻ്റെയോ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ റീജിയൻ വൈസ് ആയിട്ടുള്ള, സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ലിസ്റ്റ് പോലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലുള്ള ഏറ്റവും നിങ്ങൾക്ക് അടുത്തുള്ള ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവുടെ അഡ്രസ്സും ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ കാര്യം, ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവിന് മാത്രമേ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നൽകാൻ കഴിയുള്ളൂ. യൂണിവേഴ്സിറ്റീസ് വളരെ സ്ക്രൂട്ടനൈസിങ് കഴിഞ്ഞിട്ടാണ് ഒരു കൺസൾട്ടൻറ്റിനെ അവരുടെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെ യോജിച്ച കോഴ്സും അതിന് വേണ്ട ആവശ്യങ്ങളും അവർ കൃത്യമായി പറഞ്ഞു തരും. അതുകൊണ്ടാണ് നിങ്ങളൊരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവുടെ അടുത്ത് മാത്രമേ നിങ്ങളുടെ ഓവർസീസ് എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സിന് വേണ്ടി സമീപിക്കാമുള്ളൂ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചെക്ക് വെദർ ദ കൺസൾട്ടൻറ്റ് ഈസ് എ AAERI മെമ്പർ. AAERI അല്ലെങ്കിൽ ഏറി എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യയിലുള്ള ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു അസോസിയേഷനാണ്. ഈ അസോസിയേഷനിലെ മെമ്പറാണെങ്കിൽ ആ കൺസൾട്ടൻറ്റ് ഉറപ്പായിട്ടും എത്തിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ അസോസിയേഷൻ അത് തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ മെമ്പേഴ്സും എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നും കൺസൾട്ടൻസിയിൽ. പിന്നെ അവർ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഉള്ളവരാണെന്നും എൻഷുർ ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് ഏറി അല്ലെങ്കിൽ AAERI. അപ്പോൾ നിങ്ങൾ പോകുന്ന കൺസൾട്ടൻറ്റ് ഇതിൻ്റെ ഒരു മെമ്പർ ആണെന്ന് ഉറപ്പ് വരുത്തുന്നത് വളരെ നന്നായിരിക്കും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആൻഡ് ദ സർവീസസ് ദ ഏജൻസി ഓഫേഴ്സ്. അതായത് ഒരു ഏജൻറ്റിനെ സമീപിക്കുമ്പോൾ അവർ എത്ര നാളായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ളവരാണെന്ന് ഒരു റിസർച്ച് നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഒത്തിരി നാളായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ സർവ് ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓസ്ട്രേലിയയെക്കുറിച്ചും അവിടുത്തെ റിക്വയർമെൻറ്റിനെ കുറിച്ചും ഉള്ള നോളജ് വളരെ ഡീപ്പായിരിക്കും. പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് അത്രയും നോളജ് ഉണ്ടായിക്കൊള്ളുന്നില്ല. തന്നെയുമല്ല, ഇവർ ഒത്തിരിയേറെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഏതൊരു പ്രശ്നങ്ങളിലും ഇവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ ഏതൊക്കെ സർവീസസ് ഓഫർ ചെയ്യുന്ന എന്നും കൂടി നിങ്ങൾ നോക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ഷൻ മുതൽ പ്രീ ഡിപ്പാർച്ചർ അസിസ്റ്റൻസ് വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻറ്റിനെ സമീപിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓരോ സർവീസസിനും ഓരോ ഏജൻറ്റ് അടുത്ത് പോവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൺസൾട്ടൻറ്റിന് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്നുകൂടി ചെക്ക് ചെയ്യുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻ, റിവ്യൂസ് ആൻഡ് ടെസ്റ്റിമോണിയൽസ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സമീപിക്കുന്ന ഏജൻറ്റ് അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഉള്ള ആളാണോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട്. അതായത് അവർക്ക് നല്ല മാർക്കറ്റിൽ നല്ല ഗുഡ് വില്ലുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള റിവ്യൂസും അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി റെഫർ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില കൺസൾട്ടൻറ്റിനെതിരായി ചിലപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചോ ഒക്കെ നെഗറ്റീവ് റിവ്യൂസ് ഇടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നെഗറ്റീവ് റിവ്യൂസിൻ്റെ റെസ്പോൺസാണ്. അതായത് ഈ കൺസൾട്ടൻറ്റ് ഈ നെഗറ്റീവ് റിവ്യൂസിന് എങ്ങനെയുള്ള റിപ്ലൈസ് ആണ് നൽകിയിട്ടുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ജെന്വിനിറ്റി മനസ്സിലാകും. അവർ ആ കമൻ്റ് ഇട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്യുവർലി
പേഴ്സണൽ ഗ്രഡ്ജോ അങ്ങനെ വല്ലതും ആയിരിക്കും. അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള റിവ്യൂസിലൂടെയും ടെസ്റ്റിമോണിയൽസിലൂടെയും നിങ്ങൾക്ക് ഈ കൺസൾട്ടൻറ്റിൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് മനസ്സിലാക്കാം. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് എത്തിക്സ് എന്നുള്ളതാണ്. അതായത് ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും എത്തിക്കലായിട്ടാണ് സ്റ്റുഡൻസുമായിട്ട് ഡീൽ ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കുക. നിങ്ങൾ അവരെ മീറ്റ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോമിസസ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അഡ്മിഷൻസ് 100% ഉറപ്പാണ്, വിസ 100% ഉറപ്പാണ് എന്നൊക്കെ പറയുന്നവരെ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ആർക്കും തന്നെ 100% ഉറപ്പിക്കാൻ കഴിയുന്നതൊന്നുമല്ല അഡ്മിഷനും വിസയും. രണ്ടാമത്തെ കാര്യം, ഇവർ എത്തിക്കലാണോ എന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇൻഫർമേഷനൊക്കെ തന്നെയും സത്യമാണോ, അത് റിയലിസ്റ്റിക് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെബ്സൈറ്റ്സിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിലും ഒക്കെ ക്രോസ് ചെക്ക് ചെയ്താൽ ഇവർ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലൊരു ചോദ്യം ഉണ്ടാകാം, എന്തുകൊണ്ടാണ് ഞാൻ ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിനെ സമീപിക്കേണ്ടതെന്ന്. ഇതിന് 2 ആംഗിളിൽ ഉത്തരം പറയാൻ കഴിയും. ഒന്ന് നമ്മുടെ ആംഗിളിൽ നിന്നാണ്, അതായത് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഒരു സ്റ്റുഡൻറ്റിന് ഞാൻ പറഞ്ഞ പോലെ ഇതിലെ ഡീപ്പ് നോളജ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായത് നല്ല യൂണിവേഴ്സിറ്റി ഏതാണ് ശരിയായ കോഴ്സ്, ഏത് സ്പെഷ്യലൈസേഷൻ എടുക്കണം, എങ്ങനെയൊക്കെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ടിങ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡോക്യുമെൻ്റ് ആവശ്യം വരും എന്നുള്ള കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്കൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യമുള്ളത്. രണ്ടാമത്തെ ആംഗിൾ യൂണിവേഴ്സിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ളതാണ്. അതായത് ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ഒരു ഡയറക്റ്റായിട്ടൊരു അപ്ലിക്കൻറ്റുമായിട്ട് ഡീൽ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർ മിക്കവാറും അവരുടെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സിലൂടെ വരുന്ന ആപ്ലിക്കേഷനാണ് അവർ കൂടുതൽ വെയിറ്റേജും പ്രയോറിറ്റിയും നൽകുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവിലൂടെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റിനെ സമീപിക്കണം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ആബെ സർവീസസിനെ നിങ്ങളുടെ ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആബെ സർവീസസ് 2008 സ്ഥാപിക്കപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആണ്. ആബെ സർവീസസ് AAERAയുടെ മെമ്പറാണ്. അതുപോലെ ഓസ്ട്രേലിയയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവും കൂടിയാണ്. ഞങ്ങളുടെ വിസ സക്സസ് റേറ്റും റെപ്യൂട്ടേഷനും ബേസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്പെറൻസിയിലും ട്രസ്റ്റിലുമാണ്. ഞങ്ങളെ സമീപിക്കുന്ന എല്ലാ കുട്ടികളെയും അവരുടെ പേരൻസിനെയും 100% സാറ്റിസ്ഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സർവീസസ് ഡിപ്പെൻഡബിളും ഓരോ സ്റ്റുഡൻസിനും അവരുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർസീസ് എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആബെ സർവീസസിനെ സമീപിക്കുക.